രാത്രിയിൽ കുഞ്ഞുവിന് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു രേവതി. ഭക്ഷണം കൊടുക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ടേബിളിരിക്കുന്ന ഫോണിലേക്കായിരുന്നു. ഇന്ന് വൈകുന്നേരം തൊട്ട് അവൾ തനുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഒരിക്കൽ പോലും അവൾ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. എന്താണ് കാരണമെന്നറിയാതെ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ തന്നെ അവൾ ഫോൺ എടുത്ത് തനുവിന്റെ നമ്പറിലേക്ക് വീണ്ടും ഡയൽ ചെയ്തു. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുക? ഫുൾ റിങ് ചെയ്ത് കഴിഞ്ഞിട്ടും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ട് അവർ ടെൻഷനോടെ പിറുവിറുത്തു. എന്താ ചിറ്റേ? അവരുടെ മുഖത്തെ അസ്വസ്ഥ കണ്ടതും കുഞ്ഞു സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, ചിറ്റ ചേച്ചിന്ന് വിളിച്ചു നോക്കിയതാ. അവള് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ആരവളെ വീണ്ടും ട്രൈ ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു. ചേച്ചി അങ്ങ് എത്തിയിട്ടുണ്ടാവില്ല ചിറ്റേ, അതായിരിക്കും ഫോൺ എടുക്കാത്തത്. പിന്നെ ഇവിടുന്ന് മനക്കിലേക്ക് പോകാൻ എത്ര സമയം വേണം? പറഞ്ഞു കഴിഞ്ഞാണ് താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവർ ഓർത്ത്. അവർ ഞെട്ടിലോടെ മുഖമുയർത്തി കുഞ്ഞുവിനെ നോക്കി. മനക്കിലേക്കോ? ചേച്ചി എന്തിനാ ചിറ്റ അവിടേക്ക് പോകുന്നത്? കുഞ്ഞു നെറ്റി വിളിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ മോളെ, കുഞ്ഞുവിന്റെ ചോദ്യത്തിന് എന്തും മറുപടി പറയുന്ന അവർക്ക് അറിയില്ലായിരുന്നു. അത് പിന്നെ മോളെ, ചേച്ചിക്ക് അവിടെ ടെക്സ്റ്റൈൽസിലല്ലേ ജോലി, അതാ ചിറ്റ പറഞ്ഞ്. അവർ വാരി തോന്നിയൊരു കള്ളം പറഞ്ഞ് ഒപ്പിച്ചു. അവരുടെ ടെക്സ്റ്റൈൽസിലോ? അതിന് ചേച്ചി ജോലി ചെയ്യുന്ന മനക്കിലുകാരുടെ ടെക്സ്റ്റൈൽസിലല്ലോ. കുഞ്ഞുവിന്റെ സംശയം അപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. അത് നേരത്തെ. ഇപ്പൊ ആ ടെക്സ്റ്റൈൽസ് മനക്കിലുകാർ തന്നെ വാങ്ങി. അതല്ലേ ചേച്ചിയൊക്കെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത്. രേവതി എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. പക്ഷെ ചിറ്റേ, എന്റെ കുഞ്ഞു, നീ ഒന്നും മിണ്ടാണ്ടിരുന്നത് കഴിച്ചേ. നിനക്ക് തന്നിട്ടുണ്ട് എനിക്ക് വല്ലതും കഴിക്കാൻ. മനുഷ്യനോട് വിശന്നിട്ട് വയ്യ. രേവതിക്ക് അവിടെ ദേഷ്യത്തോടെ പറഞ്ഞു. കുഞ്ഞാളെ കൂർപ്പിച്ച് നോക്കി. അത് കണ്ടത് രേവതിക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ആളൊരു പുഞ്ചിരിയോടെ കുഞ്ഞുവിന്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൾക്ക് വാരി കൊടുത്തു. ഇനി വായുമുഖം കഴുകിയ ശേഷം ഈ മരുന്ന് കൂടി കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അപ്പോഴേക്കും ഞാൻ കഴിച്ചിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് രേവതി അവളുടെ കയ്യിലേക്ക് മരുന്ന് വെച്ചു കൊടുത്തു. ശേഷം ഒഴിഞ്ഞ പാത്രങ്ങളുമായി കിച്ചണിലേക്ക് നടന്നു. കുഞ്ഞു പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി. മുഖവും കഴിക്കൊന്ന് ഫ്രഷ് ആയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു. ടേബിളിൽ വെച്ചിരുന്ന മരുന്നെടുത്ത് കഴിച്ചു. ശേഷം പതിയെ ബെഡിലേക്ക് കയറി കിടന്നു. മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് തന്നെ കിടന്നപ്പോഴേ അവൾ ഉറങ്ങിയിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ച് കിച്ചണിലെ ജോലിയെല്ലാം ഒതുക്കി രേവതി റൂമിലേക്ക് വന്നപ്പോഴേക്കും കുഞ്ഞു ഗാഠമായ നിദ്രയിലേക്ക് വീണിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുവിന്റെ മേലേക്ക് പുതപ്പ് നീക്കിയിട്ടുകൊണ്ട് രേവതി ടേബിളിൽ വെച്ചിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു. ശേഷം തനുവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ആർ തുറന്നു കിടന്ന ജനവാതിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഈ കുട്ടി എന്താ ഫോൺ എടുക്കാത്ത? 2-3 തവണ വിളിച്ചിട്ടും താൻ കോൾ എടുക്കാത്ത കൊണ്ട് അവർ നിരാശയോടെ പിറുവിറുത്തു. ശേഷം ഒരു നെടുവീർപ്പോടെ ഫോൺ ടേബിളിലേക്ക് വെച്ച ശേഷം കുഞ്ഞുവിന്റെ അരികിലേക്ക് ചെന്ന് കിടന്നു. എന്തുകൊണ്ടോ ആ സമയം അവളെ നിദ്രാദേവി കടാക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവൾ മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിരിക്കുന്നു. അവൾ മലർന്നു കിടന്ന് കറങ്ങുന്ന ഫാനിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ടിരുന്നു. താനും മനക്കൽ തറവാടിലേക്ക് വിവാഹം കഴിഞ്ഞു പോയതിൽ പിന്നെ തന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും നല്ലൊന്നും അവർ പറഞ്ഞു കൊടുക്കില്ല. ഓർക്കുന്തോറും അവരിൽ ഭയം നിറഞ്ഞു. ആ നിമിഷം അവരിൽ എന്തുകൊണ്ടോ സൂര്യനാരായണന്റെ മുഖം കടന്നു വന്നു. പഴയ പല കാര്യങ്ങളും മനസ്സിലേക്ക് ഇരച്ചേറിയതും അവൾ വെറുപ്പോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് കുഞ്ഞുവിനെ ചേർത്ത് പിടിച്ച് കിടന്നു. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറക്കാനെന്ന പോലെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് കിടന്നു. അന്ന് പതിവിലേറെ വൈകിയാണ് ദത്തൻ വീട്ടിലേക്ക് കയറി വന്ന് അളവിലും അധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സമയം പാതിരാ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ സ്പെയർ കീ ഉപയോഗിച്ച് ഡോറിന് അകത്തേക്ക് കയറി. ശേഷം ലൈറ്റ് ഇടാതെ വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് പതിയെ മുകളിലേക്കുള്ള പടികൾ കയറി. തന്റെ റൂമിന്റെ വാതിൽക്കിലെത്തിയതും ദത്തനും നിന്നു. ഇതാണോ അതോ ഇതാണോ? അവൻ തന്റെ റൂമിലേക്കും ഓപ്പോസിറ്റായി കാണുന്ന റൂമിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് സംശയിച്ചു നിന്നു. ഓവറായി മദ്യപിച്ചുകൊണ്ടും ലൈറ്റ് ഇടാത്തുകൊണ്ടും അവന് തന്റെ റൂം ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇത് തന്നെ. പെട്ടെന്ന് മനസ്സിലായതുപോലെ അവൻ തന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഡോർ ലോക്ക് ചെയ്ത ശേഷം ചുമരിലെ സ്വിച്ച് ബോർഡ് തപ്പിപ്പിടിച്ച് ലൈറ്റ് ഇട്ടതും സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പെണ്ണിലേക്ക് അവന്റെ കണ്ണുകൾ പതിച്ചു. തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? തനുവിനെ അവിടെ കണ്ടതും അവൻ ചുണ്ടൊന്ന് കോട്ടി. എന്റെ ഉറക്കം കളഞ്ഞിട്ട് അവളെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടില്ലേ? പൂതന, നിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് കിടത്തി ഉറക്കി തരാടി. അവൻ അവളെ നോക്കി പല്ലിയരിച്ചു. ശേഷം ആ റൂം മൊത്തത്തിലും നോക്കി. കണ്ണുകൾ ടേബിളിൽ വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച ജഗ്ഗിലുടക്കിയതും അവന്റെ കണ്ണുകളും തിളങ്ങി. മോളിൽ നിന്ന് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിയാ മതി, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടേബിളിനരികിലേക്ക് ചെന്ന് വെള്ളം നിറച്ച ജഗ് കയ്യിലേക്ക് എടുത്തു. ശേഷം അവൾ നോക്കി ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. അപ്പോൾ ഇനി എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നറിയാതെ ഗാഠമായ നിദ്രയിലേക്ക് വീണിരുന്നു തനുശ്രീ. മുഖത്തൂടെ ശക്തമായി വെള്ളം വന്ന് പതിച്ചവും തനു ഞെട്ടലോടെ സോഫയിൽ നിന്നും ചാടി എണീറ്റു. മൂക്കിലും വായിലൂടെയും വെള്ളം കയറിയതുകൊണ്ട് തന്നെ അവൾ കണ്ണുകളടച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചുമക്കാൻ തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞ് ചുമയെന്നടങ്ങിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് ചുറ്റിനുമൊന്ന് നോക്കി. കയ്യിൽ ജഗ്ഗുമായി തന്റെ മുമ്പിൽ ഒരു പൂച്ചച്ചിരിയോടെ നിൽക്കുന്ന ദത്തനെ കണ്ടതും അവൾക്ക് എവിടുന്നൊക്കെയോ ദേഷ്യം ഇരച്ചു കയറി. എങ്ങനെ തോന്നായിരിക്കും? വിഷ്ണു ലക്ഷ്മിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നുകൊണ്ട് തന്നെ അവളൊന്ന് ഉറങ്ങാൻ തന്നെ നന്നായി വൈകിയിരുന്നു.
ദത്തൻ വരുന്നതിന് തൊട്ടു മുന്നെയാണ് അവളൊന്ന് ഉറങ്ങിയത്. അപ്പോഴാണ് അവൻ വന്ന് ഈ പണി കാണിച്ചത്. ചിറ്റയെക്കുറിച്ച് അറിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും പിന്നെ ഇപ്പോഴുണ്ടായവന്റെ പ്രവൃത്തിയെല്ലാം കൂടെ ആയതും അവൾക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. നിങ്ങൾക്കെന്താ മനുഷ്യ ഭ്രാന്താണോ? അവൾ അവനെ നോക്കി ചീറിക്കൊണ്ട് മുന്നോട്ട് ചെന്നു. പെട്ടെന്നുള്ള അവളുടെ വരവിൽ അവനൊന്ന് പകച്ചുവെങ്കിലും അത് പുറമേ കാണിക്കാതെ അവനവളെ രൂക്ഷമായി നോക്കി. അതേടി, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ ഈ ഭ്രാന്തിനുള്ള കാരണം നീ ഒറ്റൊരുത്തിയാ. അവനും വിട്ടുകൊടുക്കാത്ത പോലെ അവളുടെ നേരെ വെല്ലുവിളിക്കൊണ്ട് ശബ്ദമുയർത്തി. ഞാനോ? അത് ഞാൻ തന്നെ എന്താണോ ചെയ്ത്? ഇവിടെ വന്ന കാര്യം ദിവസം മുതൽ എന്നെ ഇട്ട് കൊലകൊല ചെയ്യുന്ന താനലിടൂ. എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എനിക്കായോ? അവൾ അവനെ നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അവളൊന്നും അറിയാത്തൊരു ശീലാവതി വന്നിരിക്കുന്നു. ഏടി, നീ ഒറ്റൊരുത്തി കാരണല്ലേടി എന്റെ അപ്പച്ചി എന്നിൽ നിന്ന് അകന്ന്. ഇന്നലെ വരെ എന്തിനേതിനും കണ്ണാന്ന് വിളിച്ചിരുന്ന എന്റെ അപ്പച്ചിയാ ഇപ്പൊ നിന്നെയും പുന്നാരിച്ചുകൊണ്ട് നടക്കുന്നു. എന്ത് കൂടോത്രം ചെയ്തിട്ടാടി പുല്ലേ നീ എന്റെ അപ്പച്ചിയെ മയക്കെടുത്ത്. അവൻ അവൾ നോക്കിക്കൊണ്ട് അലറിയതും അവൾക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്ത്. ആ അതേടോ, ഞാൻ മയക്കെടുത്ത് തന്നെയാ. അതെന്റെ മിടുക്ക്. താൻ കൊണ്ടുപോയി കേസ് കൊടുക്കടോ. അവൾ അവൻ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ആ അതെനിക്ക് അറിയാടി. നീയൊക്കെ അല്ലെങ്കിലും ആളെ മയക്കെടുക്കാൻ മിടുക്കികളാണല്ലോ. അത് പാരമ്പര്യമായിട്ട് തന്നെ നീയൊക്കെ തെളിയിച്ചല്ലേ. അവൻ അവൾ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ കൂർത്തു. ആദ്യം നിന്റെ ചിറ്റ എന്ന് പറയുന്ന രാക്ഷസി എന്റെ കുഞ്ഞമ്മാവനെ മയക്കിയെടുത്ത് കൊല്ലാകുല ചെയ്തു. എന്റെ കുഞ്ഞമ്മാവനോട് പ്രണയാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവർക്ക് നാട്ടിലുള്ള പല ആണുങ്ങളായിട്ടും ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അറിയാൻ അദ്ദേഹം ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ടാണല്ലോ അവരുടെ കപട സ്നേഹത്തിന് മുമ്പിൽ എന്റെ അമ്മാവ് വീണുപോയത്. ഒടുവിൽ എന്റെ അമ്മാവനെ പണയെല്ലാം അടിച്ചു മാറ്റിയിട്ട് ആ പാവത്തിന്റെ ജീവരക്തം പോലും അവർ ഊറ്റിയെടുത്തു. അപ്പതേ നീയും അതേ പണി തന്നെ ചെയ്യുന്നു. സത്യം പറയടി, ഈ നാട്ടിലുള്ള എത്ര ആണുകളെ നീയൊക്കെ കൂടി മയക്കി എടുത്തിട്ടുണ്ട്? അവൻ അവളെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു. അവളുടെ കണ്ണിൽ തീയാളി. അനാവശ്യം പറയാറുണ്ടല്ലോ, തന്റെ വീട്ടിലെ സംസ്കാരം എല്ലാവർക്കും ഒന്ന് കരുതരുത്. അവൾ അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. എന്നാൽ ആ നിമിഷം അവളുടെ വാക്കുകൾ കേട്ട് അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എന്തു പറഞ്ഞിടി നീ? അവൻ പാഞ്ഞൊന്ന് അവളുടെ കരണത്തെ ആഞ്ഞടിച്ചു. ആ അവൾക്ക് അവളിൽ കൈയും വെച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി. എന്റെ വീട്ടുകാര് മോശക്കാരാണെന്ന് പറയാൻ നീ ആരടിവില്ലേ? 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ അടുത്ത് മാനം വിൽക്കാൻ തയ്യാറായ നീയാണിവിടെ എന്റെ മുന്നിൽ നിന്ന് പാതിവ്രതയാമെന്ന്. അടികൊണ്ട് അവളുടെ കവിളിലമർത്തി പിടിച്ചുകൊണ്ട് അവൻ അലറിയതും വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ അവന്റെ വാക്കുകളായിരുന്നു അവളെ കുത്തി നോവിച്ച്. ഒരു നിമിഷം അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനിൽ മറ്റെന്തോ വികാരം ഉടലെടുത്തു. പതിയെ അവന്റെ കൈകളായിരുന്നു. ആ ഒരു നിമിഷം മതിയായിരുന്നു അവൾക്ക് അവനെ പിന്നിലേക്ക് തള്ളി മാറ്റാൻ. ഇരു കൈകൾ കൊണ്ടും അവന്റെ നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അവനെ ശക്തമായി പിന്നിലേക്ക് ആഞ്ഞു തള്ളി. ആ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവൻ പിന്നിലേക്ക് ആഞ്ഞുപോയി. എങ്കിലും നിരത്തി വീഴാതെ അവൻ ബാലൻസ് ചെയ്ത് നിന്നു. അതോടുകൂടി അവനിൽ ഉടലെടുത്ത വികാരം മാറി അവിടെ വീണ്ടും ദേഷ്യം നിറഞ്ഞു. എടേ! വർദ്ധിച്ച ദേഷ്യത്തോടെ തന്റെ അരികിലേക്ക് പാഞ്ഞെടുക്കുന്നവനെ അവൾ തന്റെ വലം കൈ ഉയർത്തി തടഞ്ഞു. തൊട്ടുപോയി തന്നെ. ഒരു നിമിഷം അവളുടെ അലർച്ചയിൽ അവൻ അവിടെ തന്നെ തറഞ്ഞെന്ന് പോയി. താനിപ്പോ എന്താടാ പറഞ്ഞേ? 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ തന്റെ മുമ്പിൽ വന്ന് മാനം വിറ്റുവന്നോ? അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ എപ്പോഴോടോ തന്റെ മുമ്പിലേക്ക് വന്ന്? എന്റെ നിസ്സാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് താനല്ലേടോ എന്റെ അരികിലേക്ക് വന്ന്? തന്നെ പോലെ പണമുള്ളവർക്ക് ആരുടെ എന്തുവാന്നുള്ള അഹങ്കാരം. അതുകൊണ്ട് മാത്രമല്ലേ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നരയിക്കേണ്ടി വന്ന്? വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന് മറുപടിയില്ലായിരുന്നു. പിന്നെ തന്റെ കുടുംബക്കാരെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോഴേക്കും തനിക്ക് സഹിക്കുന്നില്ലല്ലേ? അതുപോലെ തന്നെയാണോ എനിക്കും. താൻ എന്നെ കുറിച്ച് എന്റെ ചിറ്റയെ കുറിച്ചൊക്കെ ഓരോന്ന് പറയുമ്പോൾ എനിക്കും നോവും, എനിക്കും വേദനിക്കും. അവന് നോക്കി അവൾ വാശിയോടെ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്റെ ചിറ്റ തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കോ അത് എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ രക്ഷിക്കാനൊക്കെ താനാരാ? തനിക്ക് എന്താ അധികാരമുണ്ടോ അതിനുള്ളത്? എന്റെ ചിറ്റ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റല്ലേ നിങ്ങൾ ചെയ്ത്? പ്രതികാരത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നോട് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തു കൂട്ടിയത്? അന്ന് എന്റെ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ വിലക്ക് വാങ്ങിയിരുന്നില്ലേടോ? അപ്പോഴും നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചേരെന്ന് മാത്രമാ. എന്നിട്ട് നിങ്ങളെന്നോട് ചെയ്ത എന്തായിരുന്നു? ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടാത്ത ക്രൂരത നിങ്ങളോട് ചെയ്തില്ലേ? എന്റെ ആത്മാഭിമാനത്തെ പോലും ചവിട്ടി അരച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്നിലെ പെണ്ണിനെ സ്വന്തമാക്കിയത്? എന്നിട്ട് നിർത്തിയത് നിങ്ങൾ? ഓരോ ദിവസം നിങ്ങൾ ഓരോ രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. സഹിയിട്ട് ഞാൻ പ്രതികരിച്ചപ്പോൾ ഞാൻ അഹങ്കാരിയായി. എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്റെ കൂടെ നിന്ന് അപ്പച്ചി ഞാൻ മയക്കിയെടുത്തെന്നായി അല്ലേ? അവൻ തന്നോട് ചെയ്ത ഓരോ ക്രൂരതകൾ അവൾ എണ്ണി അവനോട് തന്നെ പറഞ്ഞു. അവൾക്ക് മുന്നിൽ മറുത്തൊരക്ഷരം പോലും മിണ്ടാനാവാതെ അവൻ പകച്ചിരുന്നു. പിന്നെ താനെന്താ പറഞ്ഞ്? ഞാൻ ആളെ മയക്കിയെടുത്തെന്നോ? അങ്ങനെ എന്നെ കുറിച്ച് പറയാൻ താൻ ആരാടോ? അവൾ വീണ്ടും അവന് നേരെ ചീറിക്കൊണ്ട് ചെന്നു. അതുവരെ അവൾ പറഞ്ഞ ഓരോ വാക്കുകൾ ആലോചിച്ചുകൊണ്ടിരുന്ന അവൾ വീണ്ടും തന്നോട് ദേഷ്യപ്പെടുന്ന കണ്ടതും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? താൻ നോക്കുമ്പോൾ പേടിക്കുന്ന ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. ഒരു പെണ്ണിനെ ബഹുമാനിക്കാൻ പോലും അറിയാത്ത തന്നെ കാണുന്ന പോലും എനിക്ക് അറപ്പും വെറുപ്പുവാ. അവൾ പറഞ്ഞു കേട്ട് എന്തോ ഒരു നോവ് അവന്റെ ഉള്ളിൽ അലയടിച്ചു.
അവൻ ചുവന്ന കണ്ണുകളോട് അവളെ നോക്കി. പിന്നെ താൻ പറഞ്ഞ പോലെ ഞാൻ തന്റെ അപ്പച്ചിയെ മയക്കെടുത്തിട്ടുണ്ട്. അത് പക്ഷെ തന്നെ പോലെ സ്നേഹം അഭിനയിച്ചോണ്ടെന്നല്ല, കളങ്കില്ലാത്ത സ്നേഹം കൊടുത്തിട്ട് തന്നെയാണോ. അതുകൊണ്ടാ വർഷങ്ങളായിട്ട് കൂടെയുള്ള തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പച്ചി എന്നെ സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്നു. എല്ലാം കൊണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരുന്നവൾ ആ സമയം എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞെന്ന ബോധം പോലും അവൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ നാവിൽ നിന്നും അവസാനം വീണ ഓരോ വാക്കുകളും അവന്റെ ഉള്ളിലെ ചെകുത്താൻ ഉണർത്തുകയാണ് ചെയ്ത്. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവിടെ നേരെ പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്തു പറഞ്ഞിടി പനം, എന്റെ അപ്പച്ചിയോടുള്ള എന്റെ സ്നേഹം അഭിനയാണെന്ന് പറയാൻ നീ ആരടി? ശക്തമായി അവളുടെ കഴുത്തിൽ കൈമുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ആ നിമിഷത്തെ അവന്റെ ഭാവളിൽ ഭയമുണർത്തി. ആ സമയമാണ് താൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞെന്ന ബോധം പോലും അവൾക്ക് ഉണ്ടായത്. ഇന്ന് ചിറ്റയെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് തന്നെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. പാതിരാവരെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ശേഷം അപ്പോഴൊന്നും മയങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കൂടാതെ വർദ്ധിച്ച തലവേദനയും. ആ സമയത്താണ് ദത്തൻ വന്ന് തന്റെ മുഖത്തോട് വെള്ളമൊഴിക്കുന്നു, തന്നെയും തന്റെ വീട്ടുകാരെയും കുറിച്ചൊക്കെ ഇത്രയും മോശമായി സംസാരിക്കുന്നു. എല്ലാം കൂടെ ആയപ്പോഴേക്കും തന്നെ പിടിവിട്ടുപോയി. അതാണ് സമനില തെറ്റിയവളെ പോലെ അവന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവളുടെ കഴുത്തിൽ അവന്റെ കൈ ഒന്നുകൂടി മുറുകി. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായതും പ്രാണഭയത്താൽ അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി. ഞാനൊന്ന് താഴ്ന്നു തന്നപ്പോ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഇന്നത്തോടെ ഞാൻ തീർത്തരാം നിന്റെ എല്ലാ അഹങ്കാരവും. പറഞ്ഞിരുന്നു. നിമിഷ നേരം കൊണ്ട് അവനവളെടുത്ത് ബെഡിലേക്ക് എറിഞ്ഞിരുന്നു. ബെഡിലേക്ക് വീണ താൻ ചാടി എഴുന്നേറ്റുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി. എന്താണ് ഈ നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ നോട്ടം കണ്ടാ പേടിക്കുന്നില്ലെന്നല്ലടി ദത്തൻ. ആളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവനവളുടെ അരിയിലേക്ക് നടന്നു. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. എന്നെ എന്തെങ്കിലും ചെയ്താ അന്ന് പറഞ്ഞോളൂ തന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. അവൻ മുന്നോട്ട് വരുന്നതനുസരിച്ച് അവൾ പിന്നിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ അത് കണ്ടിട്ടേ ഉള്ളൂ കാര്യം. അവനൊരു കൈ ജീൻസിന്റെ പോക്കറ്റിലിട്ട് മറുകൈ കൊണ്ട് താടിയെന്ന് ഒഴിഞ്ഞ് ആളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഒരു വഷള ചിരിയോടെ പറഞ്ഞത്. ആൾ അവനെ നോക്കി പല്ലിയടിച്ചു. അപ്പോഴേക്കും അവള് ചുമരിൽ തട്ടി നിന്നു. പെട്ടെന്ന് ടേബിൾ വെച്ചിരുന്ന ജഗ്ഗിന്റെ കൂടെയുള്ള ഗ്ലാസ് അവളുടെ കണ്ണിൽ പതിച്ചു. നിമിഷ നേരം കൊണ്ട് അവളത് കയ്യിലാക്കി. ഞാൻ അവസാനമായിട്ട് പറയുകയാണെ, എന്റെ അടുത്ത് ഇങ്ങനെ വന്നാ ഉറപ്പായിട്ട് ഞാനിത് വെച്ച് തന്നെ തലക്കടിക്കും. അവൾ ഇരുകൈകൾ കൊണ്ടും ആ ഗ്ലാസിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ നേരെ ചീറി. അപ്പോഴേക്കും അവൻ നടന്ന അവിടെ അരിയിലെത്തിയിരുന്നു. ശേഷം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ മുറുകെ പിടിച്ചതും അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി. അടങ്ങിടി, നിന്റെ ദേഹത്തോട്ടാ നീ എന്നെ എന്തോ ചെയ്യുന്നു പറഞ്ഞല്ലോ. എങ്കിൽ ആദ്യം അന്ന് കാണട്ടെ ഞാൻ. അവളെ മുറുകെ പിടിച്ച് ചുമരിലേക്ക് ചേർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയതും അവൾ വലം കയ്യിലിരുന്ന ആ ഗ്ലാസ് അവന്റെ നേരെ വീശി. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ തന്റെ ഇടം കൈയാൽ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ശേഷം നിഷ്പ്രയാസം അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് പിടിച്ചു വാങ്ങി ടേബിളിലേക്ക് വെച്ചു. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പകച്ചു നിൽക്കുന്നവളെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ദേഷ്യവും നിസ്സായാവസ്ഥയും കൊണ്ട് അവൾക്ക് കണ്ണു കാണാൻ പറ്റാതായി. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അവന് ഊക്കോടെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ അവനൊന്ന് പിന്നിലേക്ക് ആഞ്ഞു. എങ്കിലും ബാലൻസ് ചെയ്ത് നിന്നു. അത്രയും സമയം മതിയായിരുന്നു അവൾക്ക് അവന്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ. അലറിക്കൊണ്ട് അവളെ പിടിക്കാനായി അവൻ കൈ നീട്ടിയതും അവൾ ഓടി ബെഡിലേക്ക് കയറി നിന്നു. ശേഷം ബെഡിൽ കിടന്ന പില്ലോ എടുത്ത് അവന്റെ നേരെ ആഞ്ഞെറിഞ്ഞു. അത് അവന്റെ ദേഹത്തെ തട്ടി നിലത്തേക്ക് വീണപ്പോഴേക്കും അവൾ അടുത്തെടുത്ത് എറിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവൾ ബെഡിൽ നിന്ന് ചാടിയിറങ്ങി. ആ റൂമിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളായി എടുത്ത് അവന് നേരെ വലിച്ചെറിഞ്ഞു. പലതിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ചിലതൊക്കെ അവന്റെ ദേഹത്ത് വന്ന് തട്ടിപ്പോകുന്നുണ്ടായിരുന്നു. നീ പുല്ലേ, എങ്ങനെ നിനക്ക് തോന്നുന്ന പോലെ എടുത്തെറിയാൻ അത് നിന്റെ തന്ത വാങ്ങിച്ചൊന്നല്ല. ഉടനെയൊന്നും അവിടെ ആക്രമണം തീരില്ലെന്ന് കണ്ടതും അവൻ അവിടെ നേരെ അലറി. അപ്പോഴേക്കും അവൾ അവിടെ ഇരുന്ന് തടി കൊണ്ടുണ്ടാക്കിയ ബുദ്ധന്റെ പ്രതിമ എടുത്ത് അവന്റെ കാലിലേക്ക് എറിഞ്ഞു. അവൻ കാലിൽ പിടിച്ച് അലറിക്കൊണ്ട് നിലത്തേക്ക് ഇരുന്നു. ഭ്രാന്തി എടുത്ത പോലെ അവൾ ഓരോന്നും എടുത്ത് അവന് നേരെ എറിഞ്ഞുകൊണ്ടിരുന്നു. ടേബിളും ഓപ്പൺ ഷെൽഫിലൊക്കെ ഇരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നിലത്തേക്ക് വീണ് ചിന്നിച്ചിതറി. ഒടുവിൽ സായികെട്ട് അവൻ നിലത്തിടുന്ന പില്ലോ എടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. അപ്പോഴേക്കും മറ്റേ പില്ലോ എടുത്ത് അവൾ അവന് നേരെ എറിഞ്ഞു. രണ്ടുപേരും തങ്ങളുടെ നേരെ വന്ന പില്ലോ എടുത്ത് പരസ്പരം അടിച്ചുകൊണ്ടിരുന്നു. നിമിഷ നേരം കൊണ്ട് പില്ലോ കീറി അതിലെ പഞ്ഞി മുഴുവൻ ആ റൂമിലാകെ പരന്നു. ദത്തിന്റെയും തനുവിന്റെയും മുടിയിലും ദേഹത്തും ആ പഞ്ഞി പറ്റിപ്പിടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഒട്ടു വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അവർ പരസ്പരം അടികൂടുന്നുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ സാമഗ്രികളെല്ലാം തീർന്നു. തനു പല്ലുന്നൊക്കെ ഉപയോഗിച്ച് അവൻ എതിരിട്ടു. അവനും വിട്ടുകൊടുക്കാതെ അവളെ വയറ്റിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ മുറുകെ ചുറ്റിപ്പിടിച്ചു. പട്ടിയെന്നെ ആളോ അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അലറി. ആദ്യം എന്റെ മുടിയെന്ന് വിടറിപ്പില്ലേ. അവനവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അലറി. അവൻ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ അവൾക്ക് തല ശക്തമായി വേദന എടുക്കാൻ തുടങ്ങി. മുടി പറഞ്ഞു പോകുന്ന വേദന തോന്നിയതും അവനിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ അവന്റെ തോളിൽ അമർത്തി കടിച്ചു. ഭഗവാനെ, ഇവളെന്താ കടിപ്പട്ടിയാണോ? ആ വലറി വിളിക്കുന്നതിനോടൊപ്പം ആത്മഹതം പറഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ടുള്ള അവളുടെ ഇടുപ്പിലെ പിടിമുറുക്കി. അവന്റെ പിടിയിൽ അവൾക്കും സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി. രണ്ടുപേരും പരസ്പരം കൊണ്ടും കൊടുത്ത് മുന്നേറിക്കൊണ്ടിരുന്നു.
നിമിഷങ്ങൾ കടന്നുപോയി. ഇനി ഇങ്ങനെ തുടർന്നാൽ തന്റെ മുടി മുഴുവൻ അവളുടെ കയ്യിലേക്കെന്ന് മനസ്സിലായ ദത്തൻ തന്നെ അവളിൽ നിന്നുള്ള പിടിവിട്ടു. അപ്പോഴേക്ക് അവളും തളർച്ചയോടെ അവന്റെ മുടിയിൽ നിന്നുള്ള പിടിവിട്ടു. രണ്ടുപേരും ഒരു തളർച്ചയോടെ ഒരു മൂലയിരുന്നുകൊണ്ട് ശ്വാസം എടുത്ത് വിട്ടു. ഇപ്പൊ ആ റൂം കണ്ടാൽ ഒരു യുദ്ധക്കളം പോലെയുണ്ട്. തനു ആകെ തളർന്നുപോയിരുന്നു. ദത്തൻ അവളെ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ അവളുടെ തല മൊത്തത്തിൽ അവൾക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അവൾ നെറ്റിയിൽ തല താങ്ങി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. പെട്ടെന്ന് പട്ടി മൂങ്ങുന്ന പോലെ ശബ്ദം കേട്ട താനും ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ദത്തനാണ് കരയുന്നു എന്ന് പറയാൻ പറ്റില്ല. വേദന കൊണ്ടുള്ള നിലവിളിയായിരുന്നു അത്. അവന്റെ ആ നിമിഷ പ്രകടനം കണ്ടതും അവളിൽ പലവിധ ഭാവങ്ങൾ തെളിഞ്ഞു വന്നു. നീ എന്താണ് ഈ പട്ടിയുടെ ജന്മാണോടി പിശാച്? തുടരും.